ഓക്കെ, നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെറ്റീരിയൽ ഇപ്പം നമുക്കറിയാം, നേരത്തെ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. മെറ്റീരിയൽ എന്ന് പറയുന്ന ടേം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ, ലേബർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലെ മെറ്റീരിയൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മെറ്റീരിയൽ, the term material generally used in manufacturing concerns refers to raw material used in production, sub assemblies, parts. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു ലാപ്ടോപ്പ്, ഓക്കെ, ഇതൊരു പ്രൊഡക്റ്റ് ആണ്. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ പലതരത്തിലുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. ഇതിൽ എ എന്ന് പറയുന്ന ഒരു റോ മെറ്റീരിയൽ ഉണ്ടാവും, ബി എന്ന് പറയുന്ന മറ്റൊരു റോ മെറ്റീരിയൽ ഉണ്ടാവും, സി ഉണ്ടാവും. ഇതെല്ലാം കൂടെ കൂടി ചേർന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറിയത്. ഓക്കെ, ദെൻ സ്റ്റോഴ്സ്, മെറ്റീരിയൽ വരുന്ന മറ്റൊരു കാര്യമാണ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. സ്റ്റോഴ്സ് ഇൻ എ കമ്പനി comprises many other item besides raw material. raw material അല്ലാതെ ചില ഇൻപുട്ടും കൂടെ നമ്മൾ പരിഗണിക്കാറുണ്ട്. അതിനെ നമ്മൾ എന്തിലാണ് ഉൾപ്പെടുത്തുക, സ്റ്റോഴ്സ് എന്നാ പറയാ. മെറ്റീരിയൽസും സ്റ്റോഴ്സും. ഇപ്പൊ സ്റ്റോഴ്സ് ഇൻക്ലൂഡ്സ് ടൂൾസ്, നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ടൂൾസ്, എക്യുപ്മെന്റ്, മെയിൻ്റെനൻസ് റിപ്പയർ ഐറ്റംസ്, ഫാക്ടറി സപ്ലൈസ്, കോമ്പണന്റ്, ഫിക്ചേഴ്സ്, സംടൈംസ് ഫിനിഷ്ഡ് ഗുഡ്സ് and partly finished goods are also included within the scope of this item. Okay, anyway, മെറ്റീരിയലും സ്റ്റോഴ്സ് എന്ന് പറയുന്ന സമയത്ത് പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉൾപ്പെടുന്നതായിട്ട് നമ്മൾ എന്തിനെ കണക്കാക്കും, ഈ പറയുന്ന സ്റ്റോഴ്സിനെ നമ്മൾ കണക്കാക്കും. ഓക്കെ, ശരി. അപ്പൊ നമ്മള് മെറ്റീരിയൽ കൺട്രോൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെറ്റീരിയൽ കൺട്രോൾ. അപ്പം മെറ്റീരിയൽ കൺട്രോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മെറ്റീരിയൽ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ആസ് എ ബിസിനസ് യൂണിറ്റ് ദേ ഷുഡ് കൺട്രോൾ. മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് കൺട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. മെറ്റീരിയൽ കൺട്രോൾ നമ്മൾ എവിടെയൊക്കെയാണ് ചെയ്യുക? ഒന്ന് പർച്ചേസിംഗ് കൺട്രോൾ, മറ്റൊന്ന് സ്റ്റോഴ്സ് കൺട്രോൾ, മറ്റൊന്ന് ഇഷ്യൂ കൺട്രോൾ. നമ്മള് വീട്ടില് നമ്മള് സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നില്ല, നമ്മളെ പാരന്റ്സ് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യാറുണ്ട് അല്ലെ. പർച്ചേസ് ചെയ്യുന്ന ആവശ്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്ത കാര്യങ്ങളെ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. ഇഷ്യൂ ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യും, അതിന് പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി, നമ്മളിപ്പം പലപ്പോഴും എന്ത് ചെയ്യും, ഒരു പ്രൊഡക്റ്റ് നമ്മളോട് വാങ്ങിക്കുക എത്ര കിലോ എന്ന് ചോദിക്കും അല്ലെ. നമ്മളിപ്പം വീട്ടിലേക്കുള്ള ചില ഐറ്റങ്ങൾ വാങ്ങുന്ന സമയത്ത് എത്ര കിലോ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. ബിക്കോസ് പാരന്റ്സ് ആർ ടു കൺസേൺഡ് വിത്ത് ദ ക്വാണ്ടിറ്റി ടു ബി പർച്ചേസ്ഡ്. ഓക്കെ, എത്ര വേണമെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പം ഈ ഒരു ആംഗിളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയലിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് പർച്ചേസിങ് പ്രൊസീജിയർ ആണ്. പ്രൊസീജിയർ ഓഫ് പർച്ചേസിങ്. ഓക്കെ, പ്രൊസീജിയർ ഓഫ് പർച്ചേസിങ്. അതിൽ എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് പർച്ചേസ് റിക്വസിഷൻ. ഇത് പലപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, പർച്ചേസ് റിക്വസിഷൻ. എ ഫോം നോൺ ആസ് പർച്ചേസ് റിക്വസിഷൻ ഈസ് കോമൺലി യൂസ്ഡ് ആസ് എ ഫോർമാറ്റ് റിക്വസ്റ്റിംഗ് ദി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു പർച്ചേസ് ദി റിക്വയർഡ് മെറ്റീരിയൽ. നമ്മളൊരു ബിസിനസ് ആവശ്യത്തിൽ, അല്ലെങ്കിൽ ഇപ്പം പ്രൊഡക്ഷൻ സെന്ററിൽ ഇപ്പം ഒരു 100 ക്വാണ്ടിറ്റി മെറ്റീരിയൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഒരു പർച്ചേസ് റിക്വസിസ്റ്റ് എങ്ങോട്ട് അയക്കണം, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ അയക്കണം. അല്ലാണ്ട് നമുക്ക് തോന്നുന്ന സാധനങ്ങൾ നമുക്ക് പോയി വാങ്ങിക്കാൻ പറ്റില്ല അല്ലെ. അഡ്മിനിസ്ട്രേഷനിലാണ് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യും, എങ്ങോട്ടേക്ക് ഓർഡർ കൊടുക്കും, ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിസ്റ്റ് കൊടുക്കും. ഓക്കെ, നോർമലി പർച്ചേസ് റിക്വസിഷൻ ഈസ് issued by the stores department when the quantity of concerned material reaches at a minimum level. അല്ലെ, നമ്മളോട് സാധനങ്ങൾ വാങ്ങാൻ പോകാനുണ്ട്, അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് മെറ്റീരിയൽ വാങ്ങിക്കാനുണ്ട് എന്ന് പറയല്, വീട്ടില് പാരന്റില് ആരാണ്, മദറാണ് നമ്മളോട് പറയാം. ബിക്കോസ് ദേ ആർ ടു കൺസേൺസ് അബൌട്ട് ദി മിനിമം ലെവൽ അല്ലെ. ഇന്ന് സാധനങ്ങൾ കുറവുണ്ട് എന്ന് അവർ കൃത്യമായിട്ട് അറിയുകയും അവരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സിമിലർലി ഇൻ എ ബിസിനസ് ദിസ് പർച്ചേസ് റിക്വസിഷൻ ഈസ് ഇഷ്യൂഡ് ബൈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയൽ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെയാണ് അതിന്റെ മിനിമം ലെവൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, then
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ട് എ സ്യൂട്ടബിൾ സപ്ലയർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പലപ്പോഴും ഒരു സ്ഥാപനത്തിലേക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊട്ടേഷൻ എടുക്കും അല്ലേ? അതിൽ ഏറ്റവും ലീസ്റ്റ് പ്രൈസിൽ നമുക്ക് ആരാണോ തരുന്നത് അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. സിമിലർലി സെലക്ട് സ്യൂട്ടബിൾ സപ്ലയേഴ്സ്. After the receipt of purchase requisition, the purchase department places an order with the supplier offering to buy certain material at a standard price and terms. നമ്മൾ പ്ലേസ് ചെയ്യും, ഇവർക്ക് സപ്ലൈസിന് ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യും, ഞങ്ങൾക്ക് ഇത്രയും പ്രൊഡക്റ്റ് വേണം. ഓക്കെ. However, before issuing the purchase order, quotations may be invited from various suppliers for arriving at the best deal. അല്ലെ? നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ഏറ്റവും ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പല ടീമിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യും. ഏറ്റവും ലിസ്റ്റിൽ ആരാണോ തരുന്നത് അവരെ നമ്മൾ എന്ത് ചെയ്യും? പ്രിഫർ ചെയ്യും. ഓക്കെ. പർച്ചേസ് ഓർഡർ. നമ്മൾ ആദ്യം റിക്വസ്റ്റ് കിട്ടി, ദെൻ എന്ത് ചെയ്തു? സപ്ലയർ സെലക്ട് ചെയ്തു, ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഓർഡർ പ്ലേസ് ചെയ്യും. പർച്ചേസ് ഓർഡർ ഇഷ്യൂഡ് ടു സെലക്ടഡ് സപ്ലയർ. ഏറ്റവും ലിസ്റ്റിലുള്ള കൊട്ടേഷൻ ആരാണോ വന്ന് അവർക്കായി നമ്മൾ പ്ലേസ് ചെയ്യുക. പർച്ചേസ് ഓർഡർ ഇസ് എ ലീഗൽ ഡോക്യുമെന്റ് ആൻഡ് ഇറ്റ് റിസൾട്ട് ഇൻ ടു എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദി കമ്പനി ആൻഡ് സപ്ലയർ. So after placing the purchase order, the suppliers are liable to give this product or raw material on that specific time and period and in rate. Okay, that's a very important document. ഒരു legal document ആണ്, important document ആണ്. So it's an important one. Okay. Then next നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു. ഓർഡർ പ്ലേസ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഗുഡ്സ് ഇങ്ങോട്ട് അയക്കും, ശരിയല്ലേ? സോ റിസീവിംഗ് ദി മെറ്റീരിയൽ. ദെൻ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് പെർഫോം ദി ഫങ്ഷൻസ് ഓഫ് അൺലോഡിംഗ്. എന്താ അൺലോഡിംഗ് എന്ന് പറഞ്ഞാൽ? റോ മെറ്റീരിയൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് അൺലോഡ് ചെയ്യണം അല്ലെ? ആൻഡ് അൺപാക്കിംഗ് ദി മെറ്റീരിയൽ അല്ലെ? എന്ത് ചെയ്യണം? പാക്ക് പൊട്ടിക്കണം. ഓക്കെ. വിച്ച് ആർ റിസീവ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ അല്ലെ? റിസീവ് ചെയ്ത ഓർഗനൈസേഷൻ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പെർഫോം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. Then approval of invoice. Okay, approval of invoice. Okay. Approval of invoice. Approval of invoice indicate that goods according to the purchase order have been received and payment can be made for the same. അല്ലേ? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമുക്ക് ഗുഡ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ we need to check whether it is as per our order. നമ്മൾ പറഞ്ഞ കാര്യം നമുക്ക് പലപ്പോഴും ഓൺലൈനിലൊക്കെ ചില പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തെന്ന് തോന്നാറുണ്ട് അല്ലേ? സോ ഹിയർ ബിഫോർ proceeding the payment we need to check whether it is as per the order. Okay. Then making payment. Okay. After invoice is approved, which means we confirmed that, okay, and the payment is to be made to the supplier. Okay. അത്രയാണ് എന്ത് പർച്ചേസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ.